നമ്മുടെ +2 ഫസ്റ്റ് സുവോളജി ചാപ്റ്റർ ആണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു തീർത്ത ചാപ്റ്റർ ആണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. സോ ഈ ചാപ്റ്ററിൽ നിന്നും എല്ലാ വർഷവും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അതെ, അതിൻ്റെ ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് ഇടുന്ന് ഓടിച്ച് നോക്കിയാൽ തന്നെ കാണാം എത്ര പ്രാവശ്യമാണ് ഈ വളരെ ഇമ്പോർട്ടൻ്റ് ഗ്രാഫ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചത്. സോ ആ ഗ്രാഫാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ചോദിച്ചാൽ നമുക്ക് മാർക്ക് ഒരിക്കലും മിസ്സാകരുത്. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോളൂ ഈ ഗ്രാഫിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് 28 മുതൽ 29 വരെ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള എൻഡോമെട്രിയത്തിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചുകളെയാണ് നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. സോ ഈ 28 ദിവസത്തെ നമ്മൾ പ്രധാനമായിട്ടും 3 ഫേസുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഫേസ് ആണ് മെൻസ്ട്രുവേഷൻ എന്ന് പറയും. സെക്കൻഡ് ഫേസ് ആണ് ഫോളിക്കുലാർ ഫേസ് അഥവാ പ്രോളിഫെറേറ്റീവ് ഫേസും. മൂന്നാമത്തെ ഫേസിനെ ലൂട്ടിയൽ ഫേസ് അഥവാ സെക്രീറ്ററി ഫേസ് എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഫേസ് ആയിട്ടുള്ള മെൻസ്ട്രേഷനിലാണ് മെൻസ്ട്രേഷൻ നടക്കുന്നത്, അതായത് ബ്ലീഡിങ് ഉണ്ടാകുന്നത്. അതൊരു 1 മുതൽ 4-5 ദിവസം വരെ നീണ്ടു നിൽക്കാം. അത് കഴിഞ്ഞിട്ടുള്ള ഒരു 10ഓളം ദിവസം, അതായത് 4 ദിവസമാണ് മെൻസ്ട്രേഷൻ എങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള 14ാമത്തെ ദിവസം വരെ, ആ ദിവസം വരെയുള്ള ഫേസിനെയാണ് നമ്മൾ ഫോളിക്കുലാർ ഫേസ് എന്ന് വിളിക്കുന്നത് അഥവാ പ്രോളിഫെറേറ്റീവ് ഫേസ് എന്ന് വിളിക്കുന്നത്. ഫോളിക്കുലാർ ഫേസ് എന്ന് വിളിക്കാനുള്ള കാരണം ആ സമയത്താണ് നമ്മുടെ പ്രൈമറി ഫോളിക്കിൾ സെക്കൻഡറി ഫോളിക്കിൾ ആകുന്നത്, സെക്കൻഡറി ഫോളിക്കിൾ ടെർഷറി ഫോളിക്കിൾ ആകുന്നത്, ടെർഷറി ഫോളിക്കിൾ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയുന്ന മെച്യൂർ ഫോളിക്കിൾ ആയിട്ട് മാറുന്നത്. സോ ഫോളിക്കിൾസ് ഇങ്ങനെ അടിപൊളിയായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫേസ് ആയതുകൊണ്ടാണ് അതിനെ നമ്മൾ ഫോളിക്കുലാർ ഫേസ് എന്ന് വിളിക്കുന്നത്. ഇതിന് കാരണം എന്താണെന്ന് നമുക്കൊക്കെ അറിയാമോ? കാരണം ഈ സമയത്ത് 2 ഹോർമോൺസിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ആ 2 ഹോർമോണുകൾ വേറെ ആരുമല്ല, ഒന്ന് LH, രണ്ടാമത്തെ FSH. അപ്പോൾ LH ഹോർമോണിൻ്റെ അളവും FSH ഹോർമോണിൻ്റെ അളവും കൂടി വരുന്നതനുസരിച്ച് ഫോളിക്കിൾസ് ഇങ്ങനെ ഡെവലപ്പ് പ്രൈമറി സെക്കൻഡറി ആകുന്നു, സെക്കൻഡറി ടെർഷറി ആകുന്നു, ടെർഷറി ഗ്രാഫിയൻ ഫോളിക്കിൾ ആകുന്നു. അങ്ങനെ 14ാമത്തെ ദിവസമാകുമ്പോൾ അത് സംഭവിക്കും മക്കളെ. എന്താണെന്ന് അറിയാമോ? 14ാമത്തെ ദിവസമാകുമ്പോൾ LH ഹോർമോണിൻ്റെ അളവ് അങ്ങ് മാക്സിമത്തിലേക്ക് എത്തും. റോക്കറ്റ് പോലെ അതിൻ്റെ അളവ് ഏറ്റവും മാക്സിമത്തിലേക്ക് എത്തും. LH ഹോർമോണിൻ്റെ അളവ് മാക്സിമത്തിലേക്ക് എത്തുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഈസ് കോൾഡ് LH സർജ്. അപ്പോൾ LH സർജ് സംഭവിക്കുകയും LH ഹോർമോണിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കൂടുകയും ചെയ്യുന്നു. ഓക്കെ, LHൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടും. അതിനെയാണ് നമ്മൾ LH സർജ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ LH സർജ് സംഭവിക്കുമ്പോൾ ആ 14ാമത്തെ ദിവസം നമുക്കൊരു പ്രധാനപ്പെട്ട പ്രോസസ്സ് നടക്കും, വിച്ച് ഈസ് കോൾഡ് ഓവുലേഷൻ. അപ്പോൾ ഓവുലേഷൻ എന്ന് പറയുന്നത് നടക്കുന്ന ദിവസം മറക്കണ്ട, 14ാമത്തെ ദിവസമാണ്. ഓക്കെ, ദിസ് ഈസ് ദി 14th ഡേ. അപ്പോൾ 14th ഡേ ആണ് എന്ത് സംഭവിക്കുന്നത്? ഓവുലേഷൻ സംഭവിക്കുന്നത്. അതിനുശേഷം ഈ റപ്ചേർഡ് ഗ്രാഫിയൻ ഫോളിക്കിൾസ് എല്ലാം കൂടി ചേർന്നിട്ട് ഒരു വൈറ്റ് യെലോയിഷ് കളേർഡ് സ്ട്രക്ചറായിട്ട് മാറും. അതെല്ലാം കൂടി ചേർന്നുണ്ടാക്കുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ കോർപ്പസ് ലൂട്ടിയം എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഇസ് കോൾഡ് കോർപ്പസ് ലൂട്ടിയം. അപ്പോൾ ഈ കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്നും അന്ന് മുതൽ ഒരു പുതിയ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും, വിച്ച് ഈസ് കോൾഡ് പ്രൊജസ്റ്ററോൺ. അപ്പോൾ പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് 14ാമത്തെ ദിവസത്തിന് ശേഷമേ ഉണ്ടാകൂ. കാരണം 14ാമത്തെ ദിവസത്തിന് ശേഷമാണ് കോർപ്പസ് ലൂട്ടിയം ഉണ്ടാകുന്നത്. കോർപ്പസ് ലൂട്ടിയം ഉണ്ടായാലേ പ്രൊജസ്ട്രോൺ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ അളവ് എന്നത്തിന് ശേഷമേ ഇൻക്രീസ് ചെയ്യൂ? 14ാമത്തെ ദിവസത്തിന് ശേഷമാണ് ഇൻക്രീസ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കിക്കേ, 14ാമത്തെ ദിവസം വരെ അത് ലോ ലെവലിലാണ് നിൽക്കുന്നത്. 14 കഴിയുന്നത് കണ്ടോ, കൂടി വരുന്നത്. അതിൻ്റെ അളവ് എന്ത് ചെയ്യാൻ തുടങ്ങും? ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ക്ലിയർ ആണല്ലോ? ഈ സമയത്തൊക്കെ കൂടുതലായി നിൽക്കുന്ന മറ്റൊരു ഹോർമോൺ കൂടിയുണ്ട്, അതാണ് ഈസ്ട്രോജൻ. ഈസ്ട്രോജൻ്റെ അളവ് 14ാമത്തെ ദിവസത്തിൽ ഒന്ന് ഇൻക്രീസ്ഡ് ആയിട്ട് പിന്നെ ഒന്ന് ഡൗൺ ആകും, വീണ്ടും കൂടും, വീണ്ടും ഒന്ന് ഡൗൺ ആകും. ഈ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാൻ ഒരു വഴി പറഞ്ഞു തരട്ടെ. ഒരു മല പോലെ ഇരിക്കുന്നത്, നിങ്ങൾ നോക്കിയാൽ ഒരു മല പോലെയല്ല ഇരിക്കുന്നത്. നമ്മൾ പണ്ട് സൂര്യൻ ഉദിക്കുന്ന മല പോലെയൊക്കെ. സോ അങ്ങനെ മല പോലെ ഇരിക്കുന്ന സ്ട്രക്ചർ ആണെങ്കിൽ, അങ്ങനെ ഒരു ഗ്രാഫ് ആണെങ്കിൽ ഓർത്തോളൂ, അത് ഈസ്ട്രോജൻ ആണ്. അപ്പം മല പോലെ ഇരുന്നാൽ അത് ഈസ്ട്രോജൻ ആണ്. 14 ദിവസത്തിന് ശേഷം കൂടുന്നത് യെസ്, അത് നമ്മുടെ പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ്. 14ാമത്തെ ദിവസം ഏറ്റവും ഹയസ്റ്റിലേക്ക് എത്തുന്നത് LH ഹോർമോൺ ആണ്. അതിനോടൊപ്പം തന്നെ കൂടുന്നത് FSH ഹോർമോൺ ആണ്. അപ്പോൾ ഇനി ഈ ഗ്രാഫ് കണ്ടാൽ നിങ്ങൾക്ക് തെറ്റത്തില്ലല്ലോ. 2 മല പോലെ ഇരിക്കുന്നത് ഈസ്ട്രജൻ ആണ്. 14ാമത്തെ ദിവസത്തിന് ശേഷം കൂടുന്നത്
പ്രൊജസ്ട്രോൺ ആണ്. 14-ാമത്തെ ഏറ്റവും ഹയസ്റ്റിലേക്ക് എത്തുന്നത് നമ്മുടെ LH ഹോർമോൺ ആണ്. 14-ാമത്തെ ദിവസത്തിന് അതുപോലെ തന്നെ അതിൻ്റെ താഴെ ആയിരിക്കും എന്ന് മാത്രം കൂടുന്നത് FSH ഹോർമോൺ ആണ്. സോ ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പരീക്ഷയ്ക്ക് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ഗ്രാഫാണ്. അപ്പം നന്നായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ടുള്ളൊരു 14 മുതൽ അടുത്തൊരു 14 ദിവസം, 14 മുതൽ 15 ദിവസം വരെ, അതായത് മൊത്തം സൈക്കിളിന് 28 മുതൽ 29 ദിവസം വരെയുള്ള അടുത്ത ഫേസിനെയാണ് ലൂട്ടിയൽ ഫേസ് എന്ന് വിളിക്കുന്നത്. അതിനെ ലൂട്ടിയൽ ഫേസ് എന്ന് വിളിക്കാനൊരു കാരണം കൂടിയുണ്ട്. ബിക്കോസ് ആ സമയത്താണ് ഏതുള്ളത്, കോർപ്പസ് ലൂട്ടിയം ഉള്ളത്. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം പിന്നീടല്ലേ ഉള്ളൂ, 14 ദിവസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ ഫേസിന് നമ്മൾ ലൂട്ടിയൽ ഫേസ് അഥവാ സെക്രീറ്ററി ഫേസ് എന്ന് വിളിക്കുന്നത്. കാരണം അവിടെയാണ് പ്രൊജസ്ട്രോൺ ഹോർമോൺ നമ്മൾ സെക്രീറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് സെക്രീറ്ററി ഫേസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ഈ പറയുന്ന സൈക്കിൾ എന്ന് പറയുന്നത്, ഇതിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഈ ഗ്രാഫ് നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിരിക്കുക. ഈ സമയത്ത് യൂട്രസിനകത്തും ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. പക്ഷെ അത് ഗ്രാഫിക്കലല്ലേ, നമ്മൾ ഗ്രാഫിന് ബേസ്ഡ് ആയിട്ടും താഴെ നമുക്ക് ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം അല്ലേ, എൻഡോമെട്രിയത്തിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ 14 ഓവല്യൂഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻഡോമെട്രിയം ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. പക്ഷേ ആ ഒരു 14 ദിവസം കഴിയുമ്പോൾ ഈ എൻഡോമെട്രിയത്തിൻ്റെ വോൾസ് ഒക്കെ അകത്തേക്ക് റിട്രീവ് ചെയ്യുകയും അകത്തേക്ക് വലിയുകയും ഈ കാപ്പിലറീസ് ഒക്കെ ബ്രേക്ക് ചെയ്യുകയും അങ്ങനെയാണ് ഈ മെൻസസ് അഥവാ മെൻസ്ട്രേഷൻ ഫേസിലേക്ക് അത് കടക്കുകയും ചെയ്യുന്നത്. പിന്നെ വീണ്ടും ആ പൊട്ടിയ എൻഡോമെട്രിയം ഒക്കെ പാച്ച് വർക്ക് ചെയ്തെടുക്കുന്നതാണ് ആദ്യത്തെ ഒരു 10 ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ പ്രോളിഫറേറ്റീവ് ഫേസ് എന്ന് മറ്റൊരു പേര് കൂടി ഫോളിക്കുലാർ ഫേസിന് വന്നത്. സോ ഇതാണ് നമ്മുടെ ഗ്രാഫ് നന്നായിട്ട് പഠിച്ചു വെച്ചോളണം. പരീക്ഷയ്ക്ക് ഈ ഹോർമോണുകളെ നിങ്ങൾക്ക് ചോദിക്കൂ. ആ ഗ്രാഫ് കണ്ടാൽ ഏത് ഹോർമോണാണ് ആ തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി, ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഓക്കെ മക്കളെ, മറ്റൊരു ടോപ്പിക്കിൻ്റെ വിശദമായ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഐ എം ഡോക്ടർ മനു. ബൈ ഫോർ നൗ.